ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ്? ബയോടെക്നോളജി അല്ലേ? ബയോളജി പാടാന്ന് പറയുന്ന നിങ്ങളിൽ പലർക്കും സത്യത്തിൽ പാട് ആയിട്ടുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ ഭാഗം ഏതാണ് ഈ ഒരു +2 ബയോളജിയിൽ നിന്ന് ചോദിച്ചാൽ മിക്കവരും പറയുന്നത് 2 ചാപ്റ്ററുകളാണ്. ഒന്ന് ബയോടെക്നോളജി, അതുപോലെ ജെനറ്റിക്സ് അല്ലേ? നിങ്ങൾക്ക് പലർക്കും ബയോടെക്നോളജിയും ജെനറ്റിക്സുമാണ് ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവുക അല്ലേ? പക്ഷെ സിമ്പിളാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബയോളജിയുടെ മേഖലയാണ് ജെനറ്റിക്സ്. നമുക്കതിൻ്റെ സ്കോപ്പും അതിൻ്റെ കാര്യങ്ങളും ഇപ്പോഴും അപ്ഡേറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷെ ബേസ് ഇല്ലാതെ നമ്മൾ മുമ്പോട്ട് പോയാൽ ബയോടെക്നോളജി ആണെങ്കിലും ജെനറ്റിക്സ് ആണെങ്കിലും നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അതായത് കഥ അറിയാതെ നമ്മൾ ആട്ടം കണ്ടിട്ട് കാര്യമില്ല. ബേസ് നന്നായിട്ട് അറിയാമെങ്കിൽ ജെനറ്റിക്സിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോരോ കാൽക്കുലേഷൻസും നമുക്ക് വരുമല്ലോ. ഇപ്പം അച്ഛൻ പൂച്ചക്കണ്ണുണ്ട്, അമ്മയ്ക്ക് പൂച്ചക്കണ്ണില്ല, ഉണ്ടാകുന്ന കുട്ടിക്ക് പൂച്ചക്കണ്ണുണ്ടാവും, അങ്ങനെ കുറേ കാൽക്കുലേഷൻ ഉണ്ടല്ലോ. ഇപ്പം നീറ്റ് എക്സാമിന് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ ബയോളജിയിൽ കുഴപ്പിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ അത് സിമ്പിളാണ്. അത് എങ്ങനെയാണ് ഒരു അലീലിൻ്റെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നതെന്ന് സംഭവം ബേസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അലീൽസ് വെച്ച് നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ആ ഒരു ഓപ്ഷൻ ഉണ്ടാകാൻ പോകുന്നതെന്ന്. ഓക്കെ, പക്ഷെ അതിനൊരു ഇൻട്രസ്റ്റ് വേണം, താല്പര്യമില്ലാതിരുന്നിട്ട് കാര്യമില്ല. സോ നമ്മുടെ ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക അകൽച്ചയുണ്ടല്ലോ ബയോടെക്നോളജി ആൻഡ് ജെനറ്റിക്സിനോട്, അതൊന്ന് കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ബയോടെക്നോളജിയാണ്. ഒരുപാടൊന്നും ഞാൻ എടുക്കുന്നില്ല. ഒത്തിരി വലിയ ക്ലാസ് എടുത്താൽ പിന്നെയും നിങ്ങൾ ബോറിങ്ങാണ്. നമുക്ക് പയ്യെ ഓരോന്ന് പഠിക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസാണ്. കുറച്ച് കാര്യങ്ങളെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. ചാപ്റ്റർ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് റഫ് നോട്ട്ബുക്ക് എടുത്ത് ഞാൻ പറയുന്ന ക്ലാസ്സിൻ്റെ ബേസിൽ നിങ്ങളുടെ ഓൺ ഒരു എന്താ പറയുക റിവിഷൻ നോട്ടുകൂടെ തയ്യാറാക്കിയാൽ എക്സാം കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒന്നും പേടിക്കേണ്ട, നമുക്കിതിലൊക്കെ മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. സോ ആദ്യം എന്താണ് ബയോടെക്നോളജി? നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ബയോടെക്നോളജി എന്താണ്? അതിനകത്തൊരു ബയോയും വരുന്നുണ്ട്, ഒരു ടെക്നോളജിയും വരുന്നുണ്ട് അല്ലേ? സംതിങ് ബയോളജി ഉണ്ട്, ടെക്നോളജി ഉണ്ട് അല്ലേ? എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരു ചെറിയ ലിവിങ് ഓർഗാനിസംസിനെയോ അല്ലെങ്കിൽ എൻസൈമുകളെയോ ഹ്യൂമൻ ബെനഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഹ്യൂമൻസിന് വേണ്ടിയിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ യൂസ്ഫുൾ ആക്കി മാറ്റാം അവയെ എന്ന് നമ്മൾ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച് പരീക്ഷിക്കുന്നു. അതാണ് ബയോടെക്നോളജി. ബയോടെക്നോളജി ഈസ് ദ ടെക്നിക്സ് ഓഫ് യൂസിങ് ലൈവ് ഓർഗാനിസംസ് ഓർ ദെയർ എൻസൈംസ് ഫോർ പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ്സസ് യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. മനുഷ്യന് ഉപയോഗപ്രദമാകുന്ന പ്രൊഡക്റ്റുകളോ പ്രോസസ്സുകളോ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരെ ഉപയോഗിക്കുന്നു? ചില ഓർഗാനിസംസെയോ അല്ലെങ്കിൽ ചില എൻസൈമുകളെയോ. ചിലപ്പോൾ ചില കേസുകളിൽ നമുക്ക് ഡയറക്റ്റ് ഓർഗാനിസംസെ തന്നെ ഉപയോഗിക്കും നമ്മൾ. ചില കേസസിൽ നമ്മൾ എന്തെടുക്കും? ആ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമുകൾ, ചില ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമുകളായിരിക്കാം. ഓക്കെ, ചിലതിൽ നമ്മൾ ആ ബാക്ടീരിയ തന്നെ ഉപയോഗിക്കും. ഇതിനർത്ഥം ബാക്ടീരിയ മാത്രമേ ബയോടെക്നോളജിയിൽ ഉപയോഗിക്കുന്നു എന്നല്ല, വിവിധ ഓർഗാനിസംസ് വരും. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഓർഗാനിസത്തെ തന്നെയായിരിക്കും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഓർഗാനിസത്തിൻ്റെ എൻസൈമുകളായിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്. എന്തിന്? ചില പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ചില പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ട്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഹ്യൂമൻസിന് യൂസ്ഫുൾ ആകുന്നത്. ഈ ഒരു ടെക്നോളജിയാണ് അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? ബയോടെക്നോളജി എന്ന് പറയുക. ബയോടെക്നോളജി ഈസ് ദ ടെക്നിക് ഓഫ് യൂസിങ് ലൈവ് ഓർഗാനിസം ഓർ ദെയർ എൻസൈം live organism or their enzymes for products and process useful to human. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ്ഫുൾ ടു ഹ്യൂമൻസ് അല്ലേ? എന്തൊക്കെ? പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ്. എവിടെ നിന്ന്? ലൈവ് ഓർഗാനിസംസിനെയോ അല്ലെങ്കിൽ ദെയർ എൻസൈംസിൽ നിന്നോ. ഓക്കെ, സോ ബയോടെക്നോളജി ഈസ് ദ ടെക്നിക് ഓഫ് യൂസിങ് ലൈവ് ഓർഗാനിസംസ് ഓർ ദെയർ എൻസൈംസ് ഫോർ പ്രൊഡക്ട്സ് ഓർ പ്രോസസ് യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. ഇപ്പോൾ ബയോടെക്നോളജി എന്താണെന്ന് ക്ലിയർ ആണല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു ബാക്ടീരിയ എടുത്തു. ആ ബാക്ടീരിയ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ COVID-19 വേണ്ടി ഒരു വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് കരുതുക. ഓക്കെ, നമ്മൾ ഒരു ബാക്ടീരിയയിൽ നിന്ന് എൻസൈം ഉപയോഗിച്ചു COVID-19 വേണ്ടി ഒരു വാക്സിൻ കണ്ടുപിടിച്ചു. ഇതെന്താണ്? ബയോടെക്നോളജിയാണ്. കാരണം നമ്മൾ എടുത്തത് എന്താണ്? ഒരു ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്ത എൻസൈമാണ് എടുത്തത്. എന്നിട്ട് നമ്മൾ എന്ത് ഉണ്ടാക്കി? ഒരു വാക്സിൻ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി.
എന്തിനു വേണ്ടി? COVID-19 നശിപ്പിക്കാൻ വേണ്ടി. അത് ആരുടെ യൂസ് ആയിരുന്നു? മനുഷ്യർക്ക് വേണ്ടിയിട്ടായിരുന്നു. സോ ദിസ് ഈസ് ബയോടെക്നോളജി. സോ നമ്മൾ വാക്സിൻസ് കണ്ടുപിടിക്കുന്നത്, മരുന്നുകൾ കണ്ടുപിടിക്കുന്നത്, ചില ക്യാൻസറിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ, ഇതൊക്കെ എന്താണ്? ബയോടെക്നോളജിയുടെ അണ്ടറിലാണ് വരുന്നത്. ഇപ്പോൾ ബയോടെക്നോളജി നല്ലതല്ലേ? നല്ലതാണ്, ഹ്യൂമൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, വളരെ ഇവോൾവിംഗ് ആയിട്ടുള്ള, അതുപോലെ വളരെയധികം നമുക്ക് ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് ബയോടെക്നോളജി. അതുകൊണ്ട് തന്നെ അതിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഓക്കെ, ബയോടെക്നോളജി is the technique of using live organisms or their enzymes for products and process useful to ഹ്യൂമൻസ്. ഇനി ആർക്കും ബയോടെക്നോളജി എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയുമോ? നിങ്ങളുടേതായ ഭാഷയിൽ മനസ്സിൽ ചിന്തിച്ചാൽ മതിയെന്നേ. ഇംഗ്ലീഷ് ഇപ്പം ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷൊന്നും വേണ്ട, നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതി. കാര്യം മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഡെഫിനിഷൻ മഗപ്പ് ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല, ഡെഫിനിഷൻ മനസ്സിലാക്കി പഠിക്കണം. ഇപ്പോൾ ഈ ക്ലാസ് കണ്ട എല്ലാവർക്കും ബയോടെക്നോളജി മനസ്സിലായല്ലോ. എന്താണ് ബയോടെക്നോളജി എന്ന് മനസ്സിലാകാത്ത ആരുമില്ലല്ലോ. സോ നമുക്കിതിൻ്റെ ഒരു EFP നൽകിയിട്ടുള്ള ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ കൂടി നോക്കാം. ഇത് നിങ്ങൾ പഠിച്ചു വെച്ച് എക്സാമുകളിൽ എഴുതുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇത് എക്സാം ബോയിലാണ് കേട്ടോ. ബയോടെക്നോളജി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമുള്ളൂ. അത് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ പറഞ്ഞ ഇതാണ്: Biotechnology as an integration of natural science and organisms, cells, parts of thereof and molecular analogues for products and services. ചില ഓർഗാനിസംസെയോ അല്ലെങ്കിൽ അവരുടെ ചില സെല്ലുകളോ അല്ലെങ്കിൽ പാർട്സ്, അവരുടെ ചില പാർട്സുകളെയോ മൊളിക്യൂൾസുകളെയോ അല്ലെങ്കിൽ അതിൻ്റെ അനലോഗ്സുകളെയോ നമ്മൾ എന്തിന്? പ്രൊഡക്റ്റ് ആൻഡ് സർവീസസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗാനിസംസ്. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുക? ബയോടെക്നോളജി എന്ന് പറയുക. ഈ ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം. ഇനി അതല്ല, എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്കിത് ഒട്ടും തലയിൽ കയറുന്നില്ല, വിട്ടേക്ക്. ബയോടെക്നോളജി എന്താണെന്നറിയാമല്ലോ, നിങ്ങളുടേതായ രീതിയിൽ എഴുതി വെക്ക്. ഓക്കെ, നിങ്ങൾ ഒന്നും അറ്റൻഡ് ചെയ്യാത്തതിലും നല്ലതാണ് അത്രയെങ്കിലും നമ്മളവിടെ എഴുതി വെക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി ബയോടെക്നോളജി എന്തൊക്കെയായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ വാക്സിൻ പ്രൊഡക്ഷൻ, ആ കാര്യം തന്നെ ഇവിടെ ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. മീഡിയേറ്റഡ് പ്രോസസ്സിന് വേണ്ടിയിട്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ എന്തിനൊക്കെയാണ് ബയോടെക്നോളജി എന്നുള്ളത് ഈ ഒരു ഫ്ലോ ചാർട്ട് അങ്ങ് എഴുതി വെച്ചോ. നോട്ട്ബുക്ക് ഉണ്ടല്ലോ, ഈ ഒരു ഫ്ലോ ചാർട്ട് എഴുതി വെച്ചോ. ഇനി ഞാനിത് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തൊരു കഥ പോലെ പറഞ്ഞു തരുമ്പോൾ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിക്കോളും. സോ ബയോടെക്നോളജി ഡീൽസ് വിത്ത് മൈക്രോ മീഡിയേറ്റഡ് പ്രോസസ്സസ്. സെക്കൻഡ്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻസ്, synthesis and using of a gene, then preparation for DNA vaccine, correcting a defective gene. Okay, എന്തൊക്കെയാണ്? മൈക്രോബ് റിലേറ്റഡ് മീഡിയേറ്റഡ് പ്രോസസ്സസ്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, സിന്തസിസ് ആൻഡ് യൂസിങ് ഓഫ് എ ജീൻ, പ്രിപ്പറേഷൻ ഓഫ് DNA വാക്സിൻ, കറക്റ്റിംഗ് എ ഡിഫക്റ്റീവ് ജീൻ. എന്ന് വെച്ചാൽ നമ്മളിപ്പം പറയുക, നമ്മൾ എന്താ പറയുക, ബ്രെഡ് ഉണ്ടാക്കുക അല്ലേ? ബ്രെഡ് എന്താ, ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ടാണല്ലോ ബ്രെഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ ചീസ്, ഇനി കേർഡാണെങ്കിലോ ഫെർമെൻറ്റേഷൻ വഴി. അപ്പം നമുക്കൊരു വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ ഒരു ചെറിയ ഭരണിക്കകത്ത് ഒരു ഇച്ചിരി ഉറയൊഴിച്ച് നമുക്ക് ബാക്കി പാലൊഴിച്ച് നമുക്ക് കേർഡ് ഉണ്ടാക്കാം, തെറ്റില്ല. നടക്കുന്നത് ഫെർമെൻറ്റേഷൻ, അവിടെ നടക്കുന്നത് ബാക്ടീരിയൽ ആക്ഷൻ അല്ലേ? ലാക്ടോബാസിലസിൻ്റെ ആക്ഷൻ അവിടെ നടക്കുക അല്ലേ? അതുപോലെ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കാനാണെങ്കിൽ ഈസ്റ്റിൻ്റെ ആക്ഷനാണ് അവിടെ നടക്കുക. പക്ഷേ ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസിൽ നമുക്കൊരു വലിയ ബിസിനസ് സ്കെയിലിൽ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ ഡപ്പയെ മതിയോ? പോരാ. ഒരു ലാർജ് സ്കെയിലിൽ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതിനുള്ള ഈസ്റ്റോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലാക്ടോബാസിലസോ ഒക്കെ നമുക്ക് കൂടുതലായിട്ട് വേണ്ടി വരും ലാർജ് സ്കെയിലുകൾ. സോ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഇവ ഉപയോഗിച്ച് തന്നെ നമ്മൾ നിർമ്മിക്കുന്നു. ഇവരുടെ എൻസൈമുകളും കാര്യങ്ങളും ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്നു. ലാർജ് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ്, വൈൻസ്, കേർഡ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് മൈക്രോബ് മീഡിയേറ്റഡ് പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ടെസ്റ്റ് ട്യൂബ് ബേബി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, കേട്ടിട്ടില്ലേ? കുട്ടികളുണ്ടാക്കാത്തവർക്ക് പല രീതിയിൽ നമ്മളിപ്പം റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസ് പഠിക്കുമ്പോൾ, ഹ്യൂമൻസ് ഒക്കെ പഠിക്കുമ്പോൾ, ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ നിങ്ങൾ സുവോളജിയിൽ പഠിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ എന്താ പറയുക, ഫെർട്ടിലൈസേഷൻ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അവർക്ക് ഇപ്പോൾ കുഞ്ഞുണ്ടാകാത്ത ആളുകളാണെങ്കിൽ അവർക്ക് പല ട്രീറ്റ്മെൻറ്റുകളും ഇന്ന് അവൈലബിളാണ്. അതായത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ, അതുപോലെ ഇഞ്ചക്ഷനുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആ ചാപ്റ്റർ നമുക്ക് ഇൻ ഡീറ്റെയിൽ വേറെ നോക്കാം. അതിലൊന്നാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയാം. കുഞ്ഞുങ്ങളുണ്ടാക്കാത്തവർക്ക് നമ്മൾ നടത്തുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ബയോടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് വേണ്ട ഇപ്പോൾ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ജീൻ, സപ്പോസ് നമ്മൾ BT കോട്ടനൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു കഥ പോലെ പറയാം. നടന്നൊരു സംഭവമല്ല, ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാകാൻ. നമുക്ക് ഒരു എന്താ പറയുക, ഒരു കപ്പത്തോട്ടമുണ്ട്. നമ്മുടെ കപ്പ അത്ര പോരാ, അതായത് അത്ര വലിപ്പമില്ല, വലിപ്പം കുറവാണ് കപ്പയ്ക്ക്, പക്ഷേ ടേസ്റ്റ് ഉണ്ട്.
അപ്പം അത് നമ്മുടെ തൊട്ടടുത്തുള്ള ചാക്കോച്ചേട്ടൻ്റെ പറമ്പിലെ കപ്പയാണ് ഭയങ്കര വലിപ്പമാണ്, പക്ഷേ ടേസ്റ്റില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നതിനാണ് മാർക്കറ്റ് അല്ലേ, അത് രണ്ടും കൂടെ ചേർന്നാണ് ആളുകൾക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ചാക്കോച്ചേട്ടൻ്റെ അവിടെ വണ്ണം നൽകുന്ന ആ ജീനുണ്ടല്ലോ ആ കപ്പയ്ക്ക്, ആ ജീനും എടുത്തു, നമ്മളിവിടെ ടേസ്റ്റ് കൊടുക്കുന്ന ജീനുണ്ടല്ലോ നമ്മുടെ കപ്പയ്ക്ക്, അതും കൂടെ എടുത്തു, നമ്മൾ മിക്സ് ചെയ്തു, ബയോടെക്നോളജി ഉപയോഗിച്ച് ഒരു പുതിയ ജീൻ ക്രിയേറ്റ് ചെയ്തു. ഈ ജീനിൻ്റെ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റും ഉണ്ട്, വലിപ്പമുണ്ട്. ഈ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്രോപ്പ് ഏത് ചെടിയിലാണ്, ഏത് കപ്പച്ചെടിയിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ചെടിയിലുണ്ടാകുന്ന കപ്പ വലിപ്പമുള്ളതുമായിരിക്കും, ടേസ്റ്റ് ഉള്ളതുമായിരിക്കും. പ്രശ്നം പരിഹരിച്ചല്ലോ. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസയറബിൾ ആയിട്ടുള്ള ജീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതാണ് പറഞ്ഞത്. ഇതിപ്പോൾ നടന്ന കാര്യമല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയാം. സോ അങ്ങനെ സിന്തസിസ് ആൻഡ് യൂസിങ് ഓഫ് എ ജീൻ, അത് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ബേസിക് ബയോടെക്നോളജി അറിഞ്ഞിരിക്കണം. ബയോടെക്നോളജി പ്രിൻസിപ്പിൾ അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് DNA വാക്സിൻസ്. വാക്സിൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി ബയോടെക്നോളജി യൂസ് ചെയ്യുന്നു. പിന്നെ കറക്റ്റിംഗ് എ ഡിഫക്റ്റീവ് ജീൻ. ഇപ്പോൾ സപ്പോസ് ഒരുപാട് ജനറ്റിക്കൽ മ്യൂട്ടേഷൻ മൂലം ഒരുപാട് അസുഖങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. ഇപ്പം CML പോലെയൊക്കെ ലുക്കീമിയ കണ്ടീഷനൊക്കെ എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ ഓഫ് ദ ജീൻസാണ്. അപ്പോൾ അവരിൽ നമുക്ക് പല ഈ മ്യൂട്ടേഷൻ മൂലം പല അസുഖങ്ങൾ ഉണ്ടാകുന്ന ആളുകൾക്ക് പലപ്പോഴും ബാക്കി ട്രീറ്റ്മെൻറ്റുകൾ എഫക്റ്റീവ് ആവണമെന്നില്ല. അവിടെ അവർക്ക് വേണ്ടത് ഒരു പക്ഷേ DNA കറക്ഷൻ ആയിരിക്കും. സോ നമുക്ക് ബയോടെക്നോളജി യൂസ് ചെയ്ത് അത്തരത്തിൽ മ്യൂട്ടേഷൻ വന്ന ജീൻ കറക്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ആളെ നമുക്ക് രോഗത്തിൽ നിന്ന് വിമുക്തി നൽകാൻ സാധിക്കും. സോ അങ്ങനെയൊക്കെയുള്ള പല ഇതൊക്കെ പറയുമ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും, പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും റിസർച്ചുകൾ നടക്കുന്ന മേഖലയാണ്, പക്ഷേ ഇതിൻ്റെ സ്കോപ്പുകളാണ് ഈ പറയുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് ബയോടെക്നോളജി യൂസ് ചെയ്യാം. പക്ഷേ അതിനുള്ള എക്യുപ്മെൻറ്റ്സും ഫെസിലിറ്റീസും എത്രത്തോളം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ലിമിറ്റേഷൻ വരുന്നത് പല കാര്യങ്ങൾക്കും. പക്ഷേ ബയോടെക്നോളജി ഇതെല്ലാം ഡീൽ ചെയ്യുന്ന ശാസ്ത്രശാഖയാണ്. മൈക്രോബ്സ് മീഡിയേറ്റഡ് പ്രോസസ്സ് ആണെങ്കിലും, അതുപോലെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, സിന്തസിസ് ആൻഡ് യൂസിങ് ഓഫ് എ ജീൻ, പ്രിപ്പറേഷൻ ഓഫ് എ DNA വാക്സിൻ, കറക്റ്റിംഗ് എ ഡിഫക്റ്റീവ് ജീൻ, ഇതൊക്കെയാണ് ബയോടെക്നോളജി ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന മേഖലകൾ. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനോ അതിൻ്റെ വിശദീകരണമോ ഒന്നും ഇന്ന് നമ്മൾ നോക്കുന്നില്ല. ജസ്റ്റ് ആ 3 പ്രിൻസിപ്പിൾ മാത്രം ഞാനൊന്ന് പറയുകയാണ്. നമുക്ക് ഡീറ്റെയിൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് നോക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. സോ ബേസിക് സ്റ്റെപ്സ് ഇൻ ജനറ്റിക്കലി മോഡിഫിക്കേഷൻ ഓഫ് ആൻ ഓർഗാനിസം. ബയോടെക്നോളജിയിൽ 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഫസ്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ DNA വിത്ത് എ ഡിസയറബിൾ ജീൻ. സെക്കൻഡ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് DNA ഇൻ ടു ദ ഹോസ്റ്റ്. ദെൻ മെയിൻ്റനൻസ് ഇൻ ടു DNA ടു ദ ഹോസ്റ്റ്, ട്രാൻസ്ഫർ ടു ദ DNA ടു ദ പ്രൊജനി. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ കപ്പയിൽ നിന്ന് വേണ്ട ജീൻ ഏതാണ്, ചാക്കോച്ചേട്ടൻ്റെ എവിടെയാണ്, നമ്മുടെ ഏത് ജീനാണ് എന്ന് നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. ആ ജീനിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ചെടിയിലോട്ട്, ഹോസ്റ്റിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പുതിയ ചെടിയെ ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ്. ഫസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, സെക്കൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഐഡൻറ്റിഫൈഡ് DNA ഇൻ ടു ദ ഹോസ്റ്റ്, ദെൻ അത് കഴിഞ്ഞ് മെയിൻ്റനൻസ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് DNA ഇൻ ടു ദ ഹോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ദ DNA ടു ഇറ്റ്സ് പ്രോജനി. ഓക്കെ, ഇത്രയാണ് ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ്. നമ്മളിത് നോക്കിയത് ജസ്റ്റ് 2-3 കാര്യങ്ങൾ മാത്രമാണ്. ബയോടെക്നോളജിയുടെ ഡെഫിനിഷൻ നോക്കി, അത് കഴിഞ്ഞ് നമ്മൾ ബയോടെക്നോളജിയിൽ എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് നോക്കി, പിന്നെ ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്തു, ചാക്കോച്ചേട്ടൻ്റെ കഥയും കേട്ടു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൂടെ കാണാം. റിവിഷൻ നോട്ടുകൾ എഴുതുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആലോചിച്ചിട്ട് ഏതൊക്കെ മനസ്സിൽ വരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് എഴുതേണ്ടത് ബയോടെക്നോളജി ഡീൽ ചെയ്യുന്ന എന്തൊക്കെയാണ്, ബയോടെക്നോളജിയുടെ ആ ഒരു ഡെഫിനിഷൻ എഴുതുക, പിന്നെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ഈ 3 എഴുതുക. ബാക്കി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ബൈ.